LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ആദ്യഘട്ട പ്രചരണം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്നാണ് സൂചന. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, സാധ്യതകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കളെല്ലാം മത്സരരംഗത്തുണ്ടാകുമോ? രഞ്ജിത്ത്, BJPയുടെ ആദ്യ സാധ്യതാ പട്ടിക സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കുന്നതായിരിക്കും. BJPയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സമിതികൾ പട്ടിക തയ്യാറാക്കുകയും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയെ ഏൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ രാജ്യത്ത് ഉടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പട്ടികകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കേരളത്തിൽ നിന്നുള്ള പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിക്കുകയും ചെയ്യും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, സംഘടനാ സെക്രട്ടറി M ഗണേഷ്, സഹസംഘടനാ സെക്രട്ടറി K സുഭാഷ് എന്നിവർ ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കേരളം സമർപ്പിക്കുന്ന പട്ടിക വിശദമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിശോധിക്കും. അതേസമയം ഇപ്പോഴും ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാൻ BJPക്ക് സാധിച്ചിട്ടുമില്ല. അല്പസമയം മുമ്പ് ചർച്ചയ്ക്കായി പുറപ്പെടുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ അതാണ്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയായിരിക്കും പട്ടികയിന്മേൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ ഉറപ്പിച്ചു പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും എന്നുള്ളത് മാത്രമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് കേരളത്തിൽ പ്രധാനമായും കാണുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ്. ശബരിമല വിഷയം ഉൾപ്പെടെ വലിയ തോതിൽ പ്രചാരണായുധമാക്കി മാറ്റാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ K സുരേന്ദ്രന്റെയും ഒപ്പം സംസ്ഥാന അധ്യക്ഷന്റെയും പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് K സുരേന്ദ്രന് തന്നെയാണ് ആ മണ്ഡലത്തിൽ പരിഗണന കൂടുതലായി നൽകുന്നത്. RSS ആയിരുന്നു ശബരിമല സമരത്തെ ഏറ്റെടുത്തത് എങ്കിൽ പോലും ഒരു ജനകീയ മുഖമായി അവിടെ മാറിയത് K സുരേന്ദ്രൻ ആയിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരാകട്ടെ രാഷ്ട്രീയ വൈരാഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് K സുരേന്ദ്രനെ ജയിലിൽ അടച്ച തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താൻ പത്തനംതിട്ടയിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ K സുരേന്ദ്രന് പ്രഥമ പരിഗണന നൽകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. എന്നാൽ അവിടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേരുകൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ തീരുമാനമെടുക്കുക BDJSന്റെ നിലപാട് എന്തായിരിക്കും എന്നത് സംബന്ധിച്ചാണ്. BJP സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടും ഒരു അന്തിമ രൂപം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കാം എന്ന് KP അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു ദില്ലിയിൽ നിന്ന്.